എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് മലയാറ്റൂർ പള്ളിയിലാണ്. ഇവിടുത്തെ പ്രധാന തിരുനാളോടനുബന്ധിച്ചാണ് ഇന്ന് ഈ പള്ളിയിലെത്തിയത്. എല്ലാ വർഷവും ഈസ്റ്ററിന് ശേഷമുള്ള ആദ്യ ഞായറാഴ്ചയാണ് ഇവിടുത്തെ പ്രധാന തിരുനാൾ ദിവസം. അതിന് കാരണം ഈസ്റ്ററിന് ശേഷമുള്ള ആദ്യ ഞായറാഴ്ച പുതുഞായർ എന്നാണ് അറിയപ്പെടുന്നത്, അഥവാ തോമാശ്ലീഹായുടെ ഞായറാഴ്ച. അതായത് യേശു ഉയർത്തെഴുന്നേറ്റ ദിവസം അന്ന് വൈകുന്നേരം തൻ്റെ ശിഷ്യന്മാരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ ആ സമയം തോമാശ്ലീഹ അവിടെ ഉണ്ടായിരുന്നില്ല. ആ സമയം അവിടെ ഉണ്ടായിരുന്ന തൻ്റെ 10 ശിഷ്യന്മാർക്ക് യേശു തൻ്റെ മുറിവുകൾ കാണിച്ചു കൊടുക്കുകയും സമാധാനം ആശംസിക്കുകയും ചെയ്തു. ഈ വിവരം ശിഷ്യന്മാർ തോമാശ്ലീഹയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇത് വിശ്വസിച്ചില്ല. യേശുവിനെ നേരിൽ കാണാതെ, യേശുവിൻ്റെ മുറിവുകളിൽ സ്പർശിക്കാതെ താൻ ഇത് വിശ്വസിക്കില്ല എന്ന് തോമാശ്ലീഹ പറഞ്ഞു. പിന്നീട് 8-ാം ദിവസം ശിഷ്യന്മാരെല്ലാവരും ഒരുമിച്ചുള്ള സമയം യേശു അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന തോമാശ്ലീഹയോട് തൻ്റെ മുറിവുകളിൽ സ്പർശിക്കുവാനും തോമാശ്ലീഹയുടെ സംശയങ്ങൾ ദൂരീകരിക്കുകയും ചെയ്തു. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് തോമാശ്ലീഹ പറഞ്ഞു. കൂടാതെ മലയാറ്റൂർ മലയുമായും പള്ളിയുമായും തോമാശ്ലീഹയുടെ ബന്ധം. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് പുതുഞായറാഴ്ച മലയാറ്റൂർ പള്ളിയിലെ പ്രധാന തിരുനാൾ ദിവസമായി ആഘോഷിക്കുന്നത്. ഇതിവിടുത്തെ നിത്യാരാധന ചാപ്പലാണ്. മല ചവിട്ടുന്നതിന് മുൻപായി വീഡിയോയുടെ തുടക്കം കാണിച്ച പ്രധാന പള്ളിയിലും ഈ ചാപ്പലിൽ വന്നും ജനങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ഇനി മല ചവിട്ടുവാൻ പോകുകയാണ്. മലയാറ്റൂർ മലയിലേക്ക് ഇവിടുത്തെ സെൻറ് തോമസ് ചർച്ചിൽ നിന്നും ഏകദേശം 2 കിലോമീറ്ററിനകത്തുള്ള ദൂരമുണ്ട്. പള്ളിയുടെ മുൻപിൽ നിന്നും തന്നെ അങ്ങോട്ടേക്കുള്ള ബസ്സും ഓട്ടോയും ലഭ്യമാണ്. അങ്ങനെ ഓട്ടോറിക്ഷയിൽ മലയാറ്റൂർ മലയിലേക്കുള്ള യാത്ര തുടങ്ങി. നല്ല വേഗതയിലാണ് ഓട്ടോറിക്ഷ ചേട്ടൻ വാഹനം ഓടിക്കുന്നത്. ഈ വെളിച്ചം കാണുന്ന സ്ഥലമാണ് അടിവാരം. ഇവിടെയാണ് മലയാറ്റൂർ മല സ്ഥിതി ചെയ്യുന്നത്. മലയാറ്റൂർ മലയിലേക്കുള്ള സഞ്ചാരപാതയാണ് ഇത്. 2 വശങ്ങളിലുമായി കടകളും മറ്റു കാര്യങ്ങളുമായും പെരുന്നാൾ നാളുകളിൽ തിരക്കാണ് ഇവിടം. മലയുടെ തൊട്ടു താഴ്ഭാഗത്തായി തോമാശ്ലീഹയുടെ ഒരു തിരുസ്വരൂപമുണ്ട്. ഈ ഒരു പോയിന്റിൽ നിന്നുമാണ് ഔദ്യോഗികമായി മലയുടെ ആരംഭം. മല ചവിട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് ഒരു കൊച്ചു പയ്യൻ "ചേട്ടാ, അതുവഴി പോകരുത്" എന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ ഞാൻ സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള തേൾ. അതും കഴിഞ്ഞ് മല ചവിട്ടി തുടങ്ങി. ഏകദേശം രാത്രി 2 മണിക്ക് ശേഷമാണ് ഞാൻ മല ചവിട്ടി തുടങ്ങിയത്.
ഇതാണ് ഒന്നാം മല അഥവാ കുരിശിൻ്റെ വഴിയിലെ ഒന്നാം സംഭവം. നോമ്പുകാലത്തും ദുഃഖവെള്ളിയാഴ്ചയും വിശ്വാസികൾ കുരിശും ചുമന്നുകൊണ്ട് കുരിശിൻ്റെ വഴി എന്ന പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ടാണ് മല കയറുന്നത്. ഈ ദിവസങ്ങൾ കൂടാതെ കുരിശിൻ്റെ വഴി എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് മല കയറുന്നവരുമുണ്ട്. യേശു കുരിശുമേന്തി ഗാഗുൽത്ത മലയിലേക്ക് പോയപ്പോൾ 14 സ്ഥലങ്ങളിൽ വെച്ച് ഉണ്ടായ സംഭവങ്ങളുടെ അനുസ്മരണമാണ് കുരിശിൻ്റെ വഴി. ഇതിനെ അനുസ്മരിപ്പിക്കുന്ന വിധം 14 സ്ഥലങ്ങളും ഇവിടെയുണ്ട്. ജനങ്ങൾ ഈ 14 സ്ഥലങ്ങളിലും മെഴുകുതിരി കത്തിക്കുകയും പ്രാർത്ഥിക്കുകയും കുരിശിൻ്റെ വഴി ചൊല്ലിയുമൊക്കെയാണ് മല കയറുന്നത്. എന്നാൽ കൂടുതലായും പൊന്നിൻ കുരിശു മുത്തപ്പോ പൊന്മല കയറ്റം എന്ന ശരണം വിളിയാണ് ജനങ്ങൾ ചൊല്ലുന്നത്. അങ്ങനെ മല ചവിട്ടി 14-ാം സ്ഥലമെത്തി. അതായത് കുരിശുമുടിയുടെ ഏറ്റവും മുകൾ ഭാഗത്തേക്ക് ഇനി കുറച്ചു ദൂരം കൂടി മാത്രം. മല ചവിട്ടി കയറിയ ജനങ്ങൾ ഈ പടിയിലിരുന്ന് വിശ്രമിക്കുന്ന കാഴ്ചയാണ് ഇത്. വിശ്വാസികൾ ചുമന്നുകൊണ്ട് കയറിയ കുരിശുകളാണ് ഇത്. ഇതിൽ വലിയതും ഭാരമുള്ളതുമായ കുരിശുകൾ ഒരു പ്രദേശത്തെയോ അല്ലെങ്കിൽ പള്ളി, കുടുംബം, യുവജന കൂട്ടായ്മ, സുഹൃത്തുക്കൾ തുടങ്ങിയവരാണ് ഈ കുരിശുകൾ ചുമന്നുകൊണ്ട് ഇവിടെ വെച്ചിരിക്കുന്നത്. മാർത്തോമ മണ്ഡപം തോമാശ്ലീഹയുടെ തിരുസ്വരൂപം ഇരിക്കുന്ന പ്രധാന സ്ഥലം. മല കയറിയെത്തിയ ജനങ്ങൾ ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ ഇരുന്ന് വിശ്രമിച്ചിട്ടാണ് മലയിറങ്ങാറുള്ളത്. ഈ കാണുന്നതാണ് മലയാറ്റൂർ മലയിലെ ആനകുത്തി പള്ളി. ജനങ്ങൾ ഇവിടെ വന്നും പ്രാർത്ഥിക്കാറുണ്ട്. പണ്ട് കാലങ്ങളിൽ വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമായിരുന്നു ഇവിടം. ആ സമയത്ത് കാട്ടാനകൾ ഈ ഒരു ചാപ്പൽ ആക്രമിച്ചിട്ടുണ്ട്. ആനകൾ കൊമ്പുകൊണ്ട് കുത്തിയ ആഴത്തിലുള്ള അടയാളങ്ങൾ ഇപ്പോഴും ഇവിടെ കാണാം. ഈ അടയാളങ്ങൾ ചരിത്രപരമായ പ്രാധാന്യത്തോടെ അധികൃതർ ഇന്നും സൂക്ഷിച്ചു പോരുന്നു. ഇതാണ് ആനകുത്തിയ പള്ളിയുടെ മുൻവശം. വിശുദ്ധ തോമാശ്ലീഹ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ തനിക്ക് ദാഹിക്കുകയും ഈ പാറയിൽ കുത്തുകയും ചെയ്തു. അപ്പോൾ ഇവിടെ നിന്നും ജലപ്രവാഹം ഉണ്ടായി. അതാണ് ഈ കാണുന്ന കിണർ. ശത്രുക്കളുടെ എതിർപ്പിനെ തുടർന്ന് അദ്ദേഹം സ്ഥിരം മലമുകളിൽ പ്രാർത്ഥിക്കുവാനായി വരുമായിരുന്നു. ആ സമയം അദ്ദേഹം ഇവിടുത്തെ പാറമേൽ കുരിശ് വരയ്ക്കുകയും അത് സ്വർണ്ണ നിറത്തിൽ തിളങ്ങുവാനും തുടങ്ങി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പൊന്നിൻ കുരിശ് മുത്തപ്പോ എന്ന് വിളിക്കുന്നത്.
വിശുദ്ധ തോമാശ്ലീഹ പ്രാർത്ഥനയ്ക്കായി എപ്പോഴും ഈ മലമുകളിൽ വരാറുണ്ടായിരുന്നു. ഈ കാണുന്ന പാറമേൽ അദ്ദേഹം ഏറെ നേരം നിന്ന് പ്രാർത്ഥിക്കുകയും അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ പാദമുദ്ര ഇവിടെ പതിയുകയും ചെയ്തു. ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് മലയിറങ്ങി തുടങ്ങുന്നത്. അങ്ങനെ മലയാറ്റൂർ മലയിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ മലയിറങ്ങി തുടങ്ങി. ഇതാ കണ്ടില്ലേ, നേരം വെളുത്തിരിക്കുന്നു മലയിറങ്ങിയപ്പോഴേക്കും. ഇതിനു മുമ്പ് തന്നെ മലയിറങ്ങാമായിരുന്നു, പക്ഷേ മലമുകളിൽ അല്പം വിശ്രമിച്ചതിന് ശേഷമാണ് ഞാൻ മലയിറങ്ങി തുടങ്ങിയത്. കാട്ടാനയുടെ സഞ്ചാരപാതയാണ് ഈ കാണുന്നത്. ഞാനങ്ങനെ നടന്നു നീങ്ങുമ്പോഴാണ് എൻ്റെ മുൻപിൽ ഒരു പാമ്പിനെ കാണുന്നത്. മലയാറ്റൂർ മലയിൽ ഇത്തരം ജീവികളുടെ കാഴ്ചകൾ ആദ്യമായാണ് ഞാൻ കാണുന്നത്. അങ്ങനെ മല ചവിട്ടി താഴ്ഭാഗത്തെത്തി. നല്ല രീതിയിൽ തന്നെ വെളിച്ചം വന്ന് തുടങ്ങിയിരിക്കുന്നു. ഇത് മലയിലേക്ക് പോകുന്ന വഴിയിൽ താഴ്ഭാഗത്തായി ഇരുവശത്തും ഒരുക്കിയിരിക്കുന്ന കടകളാണ്.
ഈ കാണുന്നത് മലയാറ്റൂർ കുരിശുമുടിയുടെ മുൻപിലായുള്ള പെരിയാർ നദിയാണ്. മല ചവിട്ടി ഇറങ്ങിയതിന് ശേഷം തിരിച്ച് സെൻറ് തോമസ് ചർച്ചിലേക്ക് പോവുകയാണ്. ഫാമിലിയും റിലേറ്റീവ്സുമായാണ് ഞാൻ വന്നത്. അവിടെ ചെന്നിട്ട് വേണം ഒരുമിച്ച് അവരുമായി തിരിച്ചു പോകുവാൻ. വീഡിയോ എടുക്കുന്നതിൻ്റെ ഭാഗമായാണ് ഞാൻ ഒറ്റയ്ക്ക് മല കയറിയത്. അങ്ങനെ സെൻറ് തോമസ് ചർച്ചിലേക്ക് തിരികെ എത്തി. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.